ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ രാവിലെ പോസ്റ്റ് ചെയ്ത നിഫ്റ്റിയുടെ ഒരു ഗ്രീൻ ലൈനും റെഡ് ലൈനും നമ്മളിന്ന് പോസ്റ്റ് ചെയ്തായിരുന്നു. ഈ ഗ്രീൻ ലൈൻ സൂചിപ്പിക്കുന്നത് ഒരു സപ്പോർട്ട് ഏരിയയും ഈ റെഡ് ലൈൻ സൂചിപ്പിക്കുന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയയുമാണ്. മെയ് 15 മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ഓപ്പൺ ചെയ്തു, ഒരു ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തു. കറക്റ്റ് നമ്മുടെ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ തട്ടി തിരികെ വന്ന് നമ്മുടെ ഈ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മളൊരു പുട്ട് ഓപ്ഷൻ എടുത്തിരുന്നു. ഏകദേശം ഒരു 10 പോയിൻ്റ് നമുക്കിത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ട്രailing സെൽ ഹിറ്റായി. അതിനുശേഷം മാർക്കറ്റ് നമ്മുടെ ഒരു സപ്പോർട്ട് ഏരിയയിൽ ഒരു സൈഡ് വേസ് ആയിട്ടാണ് ആക്ട് ചെയ്തത്. നമ്മുടെ ഇൻസ്റ്റ അക്കൗണ്ടിൽ ഒരു എൻട്രിയും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കാം. ഓക്കെ, അപ്പം നിഫ്റ്റിയുടെ കേസ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ഏകദേശം സെയിം സിനാരിയോയാണ്. സ്ലൈറ്റ്ലി ഒരു ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തു. അതിന് ശേഷം നമ്മുടെ ആ ഒരു റെഡ് ലൈൻ റെസിസ്റ്റൻസ് ഏരിയയിൽ തട്ടി തിരികെ മാർക്കറ്റ് വന്നു. സപ്പോർട്ട് ഏരിയയിൽ തട്ടി കുറച്ച് റിജക്ഷൻ തന്നു. അതിന് ശേഷം നമ്മൾ ഈ സപ്പോർട്ട് ഏരിയ ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ട്രേഡ് എടുക്കാം. അതിനുശേഷം ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ഒരു വൈറ്റ് ലൈനാണ് 47,558. കറക്റ്റ് ആ ഒരു ഏരിയയിൽ ബാങ്ക് നിഫ്റ്റി വന്ന് ടച്ച് ചെയ്തു, തിരിച്ച് റിവേഴ്സലായി. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യായിരുന്നു. ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഈ ഒരു 47,558 നമുക്ക് കൺസിഡർ ചെയ്യാമായിരുന്നു. അപ്പം ഇന്നത്തെ ഓവറോൾ വ്യൂ ഇതായിരുന്നു രണ്ട് ഇൻഡെക്സിലെയും. നാളത്തേക്കിനുള്ള നമ്മുടെ സപ്പോർട്ടും റെസിസ്റ്റൻസും നമ്മുടെ ചാനലിൻ്റെ റീലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.